ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളിതാ ഇപ്പോൾ ചിക്മംഗ്ലൂരിനോട് ഒരു വിട പറയുകയാണ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഈ റെഡ്ഡീസ് ഹോം സ്റ്റേയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഗൈസ്. ഇപ്പോൾ ഏകദേശം ഒരു 6:30 മണിയായി വെളുപ്പിന്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് സക്ലേഷ്പൂർ പോവും. സക്ലേഷ്പൂർ വഴി മൈസൂർ കയറും. മൈസൂരിൽ നിന്ന് മസനഗുഡി, ഊട്ടി. അതാണ് കേട്ടോ ഗൈസ് ഇന്നത്തെ യാത്ര. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇപ്പം വണ്ടിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ വണ്ടി ഇതാ നമ്മൾ ചെയിൻ ലൂബൊക്കെ അടിച്ച് എന്തായാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ യാത്ര ഭയങ്കര ഇച്ചിരി ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വണ്ടിയെല്ലാം ഒരു വല്ലാത്ത കോലത്തിൽ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടിയെല്ലാം ഫുൾ ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ഇന്ന് 400 കിലോമീറ്റർ റൈഡാണ് കേട്ടോ ഗൈസ്. 400 കിലോമീറ്റേഴ്സ് നമ്മൾ ഊട്ടി എത്താനായിട്ട് വിടുന്നത് കേട്ടോ ഗൈസ്. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് സക്ലേഷ്പൂർ നമുക്കൊരു ഫോർട്ടൊക്കെ ഉണ്ട്. അപ്പം സക്ലേഷ്പൂർ ഫോർട്ടും പിന്നെ പോകുന്ന വഴിക്ക് ചെറിയ സ്പോട്ടുകൾ കാണാനുണ്ട്. അപ്പം നമ്മളിന്ന് അതെല്ലാം കണ്ടാണ് ഊട്ടിയിലോട്ട് പോകുന്നത് ഗൈസ്. പിന്നെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് നമ്മൾ മസനഗുഡി വഴിയാണ് ഊട്ടിയിൽ പോകുന്നത് കേട്ടോ ഗൈസ്. ആ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ ഇന്നൊരു വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് എങ്ങനെയാണ് മസനഗുഡി റോഡ് ഭയങ്കര ട്രാഫിക്കാണെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ അപ്പോൾ ഗൈസ്, നിങ്ങൾ ആരെങ്കിലും ചിക്മംഗ്ലൂർ യാത്ര പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ 2 ഫുൾ ഡേ ചിക്മംഗ്ലൂർ എക്സ്പ്ലോർ ചെയ്തിടുക കേട്ടോ ഗൈസ്. 2 അല്ലെങ്കിൽ 3 ഇട്ടാലും കുഴപ്പമില്ല. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മളിവിടെ എത്തി. സെക്കൻഡ് ഡേ ഒരു ദിവസം മാത്രമേ നമുക്ക് ഫുൾ ഡേ മാത്രമേ നമുക്ക് ഇവിടെ ചിക്മംഗ്ലൂർ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഗൈസ്. അത് ഇച്ചിരി ഒരു ടൈറ്റ് ഷെഡ്യൂളാണ്. കാര്യം ഒരു ദിവസം കൊണ്ട് നമ്മളിവിടെ ബാബാ ബുദൻഗിരി പീക്ക് പോയി, പിന്നെ മാണിക്യധാര വാട്ടർഫോൾസ് പോയി, പിന്നെ ഉക്കട വാട്ടർഫോൾസ് പോയി. അങ്ങനെ ഒരു 3 സ്പോട്ട് മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. കാര്യം നമുക്ക് എന്തായാലും ചിക്മംഗ്ലൂർ നിങ്ങൾ ഇടുകയാണെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ മിനിമം ഒരു 2 ഫുൾ ഡേ എങ്കിലും നിങ്ങൾ മാറ്റി വയ്ക്കുക. കാര്യം ഇവിടെ തന്നെ കർണാടകയിലെ തന്നെ ഏറ്റവും ഹയസ്റ്റ് പീക്കായിട്ട് ഉള്ള മുളയനാഗിരി പീക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ചിക്മംഗ്ലൂർ തന്നെ ഉണ്ട്. അവിടെ നമുക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഹെബ്ബെ വാട്ടർഫോൾസ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹെബ്ബെ വാട്ടർഫോൾസ് ഇവിടെ ചിക്മംഗ്ലൂറാണ്. അപ്പോൾ അതൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ചിക്മംഗ്ലൂർ എന്തായാലും വിസിറ്റ് ചെയ്യും കേട്ടോ ഗൈസ് ഫ്യൂച്ചറിൽ. അപ്പോൾ അത്ര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഫുള്ള് ലാൻഡ് ഓഫ് കോഫി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഈ ചിക്മംഗ്ലൂർ. പിന്നെ ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മളിപ്പം വിസിറ്റ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം തണുപ്പുണ്ട്. പക്ഷേ റെയിനി സീസൺ അല്ല കേട്ടോ ഗൈസ്. കാര്യം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരുപാട് വാട്ടർഫോൾസ് ആണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. ഒരുപാട് ഫോൾസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ചിക്മംഗ്ലൂർ. അപ്പോഴത്തേക്ക് ഈ മഴ സമയത്ത് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വാട്ടർഫോൾസും കൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും കേട്ടോ ഗൈസ്. നമ്മൾ ഇന്നലെ ഉക്കട വാട്ടർഫോൾസിലായിരുന്നു നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തത്. അവിടെ നല്ല അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു വാട്ടർഫോൾസ് നമുക്ക് 100% സാറ്റിസ്ഫൈങ് ആയിരുന്നു. ഭയങ്കരമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചിക്മംഗ്ലൂർ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 2 ഡേയ്സ് ഫുള്ള് ഇവിടെ സ്പെൻഡ് ചെയ്യണം കേട്ടോ ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മളിതാ ഇപ്പോൾ ചിക്മംഗ്ലൂരിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ സക്ലേഷ്പൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ സക്ലേഷ്പൂർ നമ്മളിതാ ഈ ഒരു പോയിന്റിലായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഈ ഫോർട്ട് സക്ലേഷ്പൂർ ഫോർട്ട് വിസിറ്റ് ചെയ്യാനാണ് കേട്ടോ ഗൈസ് നമ്മളിപ്പോൾ ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 250 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് മേളിലോട്ട് കയറാനായിട്ട് ഫോർട്ടിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് ഫോർട്ടാണ്. ഒരു സ്റ്റാർ ഫോർട്ടാണ്. സ്റ്റാർ ഷേപ്പിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് ട്രെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നടന്ന് മേളിലോട്ട് കയറണം. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ടാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഗൈസ്. ഇതാണ് സ്റ്റെപ്പ് കേട്ടോ. ഇത് 250 സ്റ്റെപ്സ് ഉണ്ട്. 250 സ്റ്റെപ്സ് കയറിയാണ് മേളിൽ ചെല്ലേണ്ടത്. അവിടെയാണ് ഫോർട്ടുള്ളത് കേട്ടോ ഗൈസ്.
ഇവിടെ കറക്റ്റ് ഒരു ഡ്രോൺ വിടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കറക്റ്റ് സ്റ്റാർ ഷേപ്പ് കിട്ടും. ഇവിടെ ഉണ്ട്, അവിടെ ഒരു എഡ്ജ്, അവിടെ ഒരു എഡ്ജ്, ഇവിടെ ഒരു എഡ്ജ്. കറക്റ്റ് ഇത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാർ ഷേപ്പിലാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ ഗൈസ്. കംപ്ലീറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കുന്നതുകൊണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാകാത്തതാണ്. ശരിക്കും മുകളിലത്തെ വ്യൂ വരുമ്പം കറക്റ്റ് സ്റ്റാർ ഷേപ്പായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ ഇങ്ങനെ കറക്റ്റ് ആ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പാണ്. ഇപ്പൊ ആ ഫോർട്ടിന്റെ മേളിലത്തെ ഒരു പോർഷനിൽ ഒരു സ്റ്റാറിന്റെ എഡ്ജിലായിട്ട് ഞാൻ കയറി നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ ഒരു സ്റ്റാർ ഷേപ്പ് അത്യാവശ്യം വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതാണ് ഗൈസ് ഈ ഒരു ഫോർട്ടിന്റെ ഔട്ട്സൈഡ് വ്യൂ കേട്ടോ ഗൈസ്. ഇത് നല്ലൊരു ഹിൽ ടോപ്പിൽ ഇരിക്കുന്ന ഫോർട്ടാണ്. അപ്പൊ ഇതിന്റെ ചുറ്റും നല്ലൊരു അടിപൊളി ഇതേപോലത്തെ ഒരു കാഴ്ച നമുക്ക് ഇതിന്റെ മേളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഫോർട്ട് വിസിറ്റ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മൻസറാബാദ് ഫോർട്ടിലാണ്. ഇത് സക്ലേഷ്പൂറാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെന്ന് വെച്ചാൽ പണ്ട് ടിപ്പു സുൽത്താൻ 1792 ബിൽഡ് ചെയ്ത ഒരു മിലിറ്ററി സ്ട്രാറ്റജിക് പോയിന്റ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റാർ ഷേപ്ഡ് ഒരു മിലിറ്ററി ഫോർട്ടാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഓരോ എൻഡ് പോയിന്റ്സിലും അവർ മറ്റേ വാച്ച് ടവേഴ്സും ക്യാനൻസും അതിനുള്ള ഫെസിലിറ്റീസൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് അങ്ങനെ ഒരു മിലിറ്ററി ബേസ് ആണ്. എന്നിട്ട് നടുക്ക് നോക്കിയാൽ നമുക്കൊരു സ്റ്റെപ്പ് വെൽ പോലത്തെ ഒരു സെറ്റപ്പ് കാണാം. ഇതൊരു ഹില്ലിൻ്റെ മേളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു 300 സ്റ്റെപ്സ് ഒക്കെ നമ്മൾ കയറി വേണം മേളിൽ വരാൻ. ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റാണ്. അങ്ങനെ കഴിച്ച് നമ്മളിതാ ഇപ്പോൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഇനി നമ്മളിതാ ഇവിടെ നിന്ന് ഇനി മൈസൂർ റൂട്ട് പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളിങ്ങി ഇവിടെ നിന്ന് മൈസൂറിൽ നിന്ന് മസനഗുഡി, ഊട്ടി അങ്ങനെയാണ് റൈഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ ഗൈസ് വൈകിട്ട് ഒരു 5:30 ആയപ്പോൾ നമ്മളിപ്പോൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഈ ഫോറസ്റ്റിന്റെ അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ നമ്മളിപ്പം ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ അകത്തൂടെയാണ് കേട്ടോ ഗൈസ് ഓടിക്കുന്നത്. അപ്പോൾ ഈ റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ബന്ദിപ്പൂർ കയറും, ബന്ദിപ്പൂർ ടൈഗർ റിസർവ് വഴി പിന്നെ നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലോട്ട് കയറും കേട്ടോ ഗൈസ്. അത് തമിഴ്നാടിന്റെയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന കർണാടകയുടെ ടൈഗർ റിസർവിൽ കൂടെയാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ മുതുമലൈ ടൈഗർ റിസർവ്, തമിഴ്നാടിന്റെ ടൈഗർ റിസർവ് കയറും. അതിനുശേഷം മുതുമലയിൽ നിന്ന് നമ്മൾ മസനഗുഡി കയറും, മസനഗുഡിയിൽ നിന്ന് ഊട്ടി കേട്ടോ ഗൈസ്. അതാണ് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്ര. അപ്പോൾ എന്തായാലും മസനഗുഡിക്ക് എന്തായാലും നമ്മൾ രാത്രിയാവും കേട്ടോ ഗൈസ്. നമ്മൾ എന്തായാലും അങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് വലിയ കാഴ്ചകളൊന്നും മസനഗുഡിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഈ പോകുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ ഗൈസ് ഏറ്റവും അടിപൊളി റൂട്ട്. കാര്യം നമുക്കിപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരുപാട് മാൻകൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം കാണാൻ പറ്റിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അനിമൽ സൈറ്റിംഗ് നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടി തുടങ്ങി കേട്ടോ ഗൈസ്. നമ്മളപ്പോൾ ഈ റൂട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഇവിടെ സ്ഥിരം ആന നമുക്ക് കാണാൻ പറ്റും. ഇതേപോലെ മാന്, മ്ലാവ്, കാട്ടുപന്നി, പിന്നെ കാട്ടുപോത്ത്, ഇതൊക്കെ നമുക്ക് സ്ഥിരം നമുക്ക് സൈറ്റിംഗ് കിട്ടുന്ന ഒരു ഫോറസ്റ്റ് റിസർവ് ആണ് ഈ ബന്ദിപ്പൂറും പിന്നെ മുതുമലൈ ടൈഗർ റിസർവ് കേട്ടോ ഗൈസ്. പിന്നെ കഴിച്ച് നമ്മുടെ ഈ ഒരു റോഡിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ബാക്കി ഫോറസ്റ്റ് റൂട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര വളവും തിരിവൊക്കെയാണ് കേട്ടോ ഗൈസ്. ഇതെന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് നല്ല ഫ്ലാറ്റ് സർഫസ് ആയിട്ട് നമുക്ക് ഓപ്പൺ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. അപ്പം നമുക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അനിമൽസിനെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സൈറ്റിംഗ് കിട്ടുന്ന ഒരു ഫോറസ്റ്റ് റൂട്ടാണ് ഈ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് റൂട്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതും മുതുമലൈ ടൈഗർ റിസർവ് ഈ ഒരു റൂട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഓപ്പൺ ഫ്ലാറ്റ് ലാൻഡ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല അനിമൽസിന് സൈറ്റിംഗ് കിട്ടും കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഗൈസ്. നമുക്ക് ഈ അനിമൽസിനെയൊക്കെ കണ്ട് നമ്മളിവിടെ കൂടെ യാത്ര ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് നമ്മൾ വണ്ടി നിർത്താൻ പാടില്ല കേട്ടോ ഗൈസ്. അത് നമുക്ക് പ്രത്യേകം നമ്മളെ ചെക്ക് പോസ്റ്റിൽ അവർ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട്. വണ്ടി നിർത്താൻ പാടില്ല, വണ്ടി ഹോൺ അടിക്കാൻ പാടില്ല കേട്ടോ ഗൈസ്. പിന്നെ സ്പീഡ് ലിമിറ്റ് ഒരു 30 to 40 ആ ഒരു സ്പീഡ് ലിമിറ്റിൽ പോകാനും പാടുള്ളൂ കേട്ടോ ഗൈസ്. പിന്നെ പ്ലാസ്റ്റിക് ഇടാനും പാടില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ ഇത് പ്രത്യേകം സൂക്ഷിക്കുക. പിന്നെ വണ്ടി നമ്മൾ അഥവാ നിർത്തി ഫോട്ടോ വല്ലതും എടുത്ത് പിന്നെ ഫോറസ്റ്റുകാർ വല്ലതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 2000 രൂപ വരെ ഫൈൻ ഇടാൻ അവർക്ക് അധികാരമുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ ഇവിടുത്തെ വൈൽഡ് ലൈഫിനെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമ്മൾ ഇവിടെ കൂടെ യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
അങ്ങനെ ഗൈസ് ഇതാ നമുക്ക് അങ്ങ് ദൂരെയായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ആനയുടെ ഒരു സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചത് തന്നെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഏകദേശം ഒരു ആന കൂട്ടമാണ് കേട്ടോ ഗൈസ്. ഒരു കൊച്ചുകൊണ്ട് ബാക്കി ഇച്ചിരി വലിയ ആനകളാണ്. അപ്പോൾ ഒരു കൂട്ടമായിട്ട് അവർ നിന്നിങ്ങനെ മെയിനോട്ട് നിൽക്കുകയാണ് കേട്ടോ ഗൈസ് റൈറ്റ് സൈഡിലായിട്ട്. അപ്പോൾ ഒരു അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഗൈസ് ഇത്. അങ്ങനെ ഗൈസ് ഇതാ നമ്മളിതാ ഇപ്പം മുതുമലൈ ടൈഗർ റിസർവിലോട്ട് എൻ്റർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പം നമ്മളിതാ ഇപ്പം കർണാടക ഫോറസ്റ്റ് റിസർവായ ബന്ദിപ്പൂർ റിസർവ് കഴിഞ്ഞ് ഇതാ ഇപ്പം മുതുമലൈ ടൈഗർ റിസർവിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ ഗൈസ്. ഇത് തമിഴ്നാട് ഗവൺമെന്റിന്റെ കീഴിലുള്ളതാണ് ഈ ഒരു ഫോറസ്റ്റ് റിസർവ്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ചാണ് കിടക്കുന്നതെങ്കിലും രണ്ട് റിസർവായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒന്ന് കർണാടക അതിർത്തിയും ഒന്ന് തമിഴ്നാട് അതിർത്തിയും. അപ്പൊ ഇനി നമ്മൾ തമിഴ്നാടിൽ കൂടെയാണ് ഇനി അടുത്ത് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിന്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് ഇനി കാണാം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു രാത്രി ഓൾമോസ്റ്റ് ഒരു 6:30 മണി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും നല്ല ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദൂരോട്ടുള്ള സൈറ്റിംഗ് ഒക്കെ ഇച്ചിരി കുറവായിരിക്കും കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ജേർണി. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഊട്ടി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ഈ ഒരു റൂട്ട് വരാൻ നോക്കുക കേട്ടോ ഗൈസ്. ഈ ഒരു റൂട്ട് ഊട്ടി കയറുന്നത് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളർത്തുന്ന കുങ്കി ആനകളാണ് കേട്ടോ ഗൈസ്. അപ്പൊ തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുങ്കി ആനകളാണ് ഇപ്പൊ അങ്ങോട്ട് പോയത് നിങ്ങൾ കണ്ടത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നല്ല രീതിയിൽ ഇരുട്ടി കേട്ടോ ഗൈസ്. അപ്പൊ ഇനി അങ്ങോട്ട് വീഡിയോ എടുത്താലും നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഇനി നേരെ മസനഗുഡിയിൽ നിന്ന് ഊട്ടി കേട്ടോ ഗൈസ്. അപ്പൊ എന്തായാലും ഇനി വലിയ ഡിസ്റ്റൻസ് ഇല്ല. ഇനി ഏകദേശം ഒരു 40 കിലോമീറ്റർ അടുപ്പിച്ച് ഉള്ളൂ ഡിസ്റ്റൻസ്. അപ്പൊ ഒരു 40 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഊട്ടി എത്തും കേട്ടോ ഗൈസ്. ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് രാത്രിയാകുമ്പോൾ നമ്മൾ ഊട്ടി എത്തും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഊട്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.